Hi all, today we are going to learn an important topic, defense mechanism. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണെന്ന് ഇതിൽ നിന്ന് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. എങ്ങനെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷൻ മാനേജ് ചെയ്യാം, ആ ഒരു രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. സോ ഡിഫൻസ് മെക്കാനിസം ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രതിരോധ തന്ത്രം എന്ന് പറയാം. പ്രതിരോധ തന്ത്രം നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പരിഹരിക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രം അല്ലെ ഒരു മാനസിക തന്ത്രം, അതാണ് ഡിഫെൻസ് മെക്കാനിസം. നമ്മളെങ്ങനെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ ടു മീറ്റ് എ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ മീറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. എങ്ങനെ ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ പരിഹരിക്കാം, അതാണ് ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡിഫെൻസ് മെക്കാനിസം ഉണ്ട്. ഡിഫെൻസ് മെക്കാനിസം പല ടൈപ്പ് ഉണ്ട്. റിപ്രഷൻ, ഫസ്റ്റ് വൺ ഈസ് റിപ്രഷൻ. റിപ്രഷൻ മീൻസ് നമുക്ക് ഇതൊരു ഡിഫെൻസ് മെക്കാനിസമാണ്. റിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കോസ് പേഴ്സൺ ഒരു ഫോർഗറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ്. നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം, എവിടെ ആയാലും നമ്മുടെ ലൈഫിലൊരു പെയിൻഫുള്ളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുഞ്ഞായിരുന്നപ്പം നമുക്കൊരു അടി കിട്ടി, കുറേ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അടി കിട്ടി, നാണക്കേടായി. ആ ഒരു സിറ്റുവേഷനൊന്നും നമുക്ക് ഓർക്കാൻ താല്പര്യമില്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്രസ് ചെയ്ത് വെക്കും. എവിടെ? അൺകോൺഷ്യസ് മൈൻഡിൽ. നമുക്കത് ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, നമുക്കത് പെയിൻഫുള്ളാണ്. നമ്മൾ ഓർക്കുമ്പം ആ ഒരു പെയിൻഫുൾ എക്സ്പീരിയൻസ് നമുക്ക് ഫൊർഗെറ്റ് ചെയ്യണം. അന്നേരം നമ്മൾ ഇതിൻ്റെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുപോയി വെക്കും. നമ്മളത് ബറി ചെയ്യും, മൂടി വെക്കും. അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. കോസസ് പേഴ്സൺ ടു ഫൊർഗെറ്റ് എ പെയിൻഫുൾ എക്സ്പീരിയൻസ്, ഷെയിംഫുൾ തോട്ട് ഇൻ ടു അൺകോൺഷ്യസ് മൈൻഡ്, പുട്ടിങ് തിങ്സ് ഇൻ ഡാർക്ക്നെസ്. നമ്മളത് ബറി ചെയ്ത് വെക്കുകയാണ്. അതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഞാനവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്രഷൻ മീൻസ് നമുക്ക് ഓർക്കാൻ കാര്യം ഇഷ്ടമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിൽ കൊണ്ടുപോയി വെക്കുന്നു. അതാണ് റിപ്രഷൻ. ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും. നമ്മുടെ മിസ്റ്റേക്കിൽ നമ്മളൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് നമ്മളത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം പരാജയം മറ്റുള്ളവരിലോട്ട് കെട്ടിവെക്കുക. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പം ഒരു കുട്ടി ഒരു എക്സാമിന് ഫെയിൽ ചെയ്തു, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു, ഉടനെ തന്നെ ടീച്ചറിനെ ബ്ലെയിം ചെയ്യും. അല്ലെങ്കിൽ ഒരു ടീച്ചർ, ഒരു നല്ലപോലെ പഠിപ്പിക്കാത്ത ഒരു ടീച്ചർ കുട്ടികളുടെ ലോ അച്ചീവ്മെൻറ്റ് വരുമ്പോൾ അത് കുട്ടികളുടെ തലയിൽ കെട്ടിവെക്കും. അവർ പഠിപ്പിക്കാഞ്ഞിട്ടല്ല, അത് അവരുടെ കുട്ടികളുടെ മിസ്റ്റേക്കാണെന്നും പറഞ്ഞ് അങ്ങനെ ബ്ലെയിം ചെയ്യും. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ബ്ലെയിം അതേഴ്സ് ഫോർ യുവർ ഫെയിലുവർ ഓർ ആട്രിബ്യൂട്ടിങ് വൺസ് അൺഅക്സെപ്റ്റബിൾ ബിഹേവിയർ ഓൺ ടു അതേഴ്സ്. നെക്സ്റ്റ് വൺ ഈസ് അഗ്രഷൻ. അഗ്രഷൻ മീൻസ് ആക്രമണം. ഫോഴ്സ്ഫുൾ അറ്റാക്കിംഗ് ആക്ടിവിറ്റിയാണ് അഗ്രഷൻ എന്ന് പറഞ്ഞാൽ. അത് ഫിസിക്കലാവാം, വേർബലാവാം. അത് അഗ്രഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുട്ടീനെ ഫ്രണ്ട്സ് ഇൻസൾട്ട് ചെയ്തു, ഉടനെ ആ കുട്ടി ആ ഫ്രണ്ടിനെ ആക്രമിക്കുക. വേർബലി ആയാലും ഫിസിക്കലിയും ആക്രമിക്കുന്നതാണ് അഗ്രഷൻ, ആക്രമണം, അഗ്രസീവ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഡിഫെൻസ് മെക്കാനിസം ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നു നെഗറ്റീവ് ഇമോഷൻ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു ആളിലേക്കോ വസ്തുവിലേക്കോ നെഗറ്റീവ് ഇമോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇമോഷൻ സെയിം ആയിരിക്കും, പക്ഷേ ടാർഗറ്റ് ചെയ്യുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓഫീസിലിപ്പോൾ ഒരാളെ ബോസ്, ഒരു സീനിയർ പോസ്റ്റിലിരിക്കുന്ന ആൾ ഫയർ ചെയ്തു. അന്നേരം അതിൻ്റെ ദേഷ്യം ആ ബോസിനോടോ അല്ലെങ്കിൽ ആ സീനിയർ പോസ്റ്റിലിരിക്കുന്ന ആളിനോടോ തീർക്കാതെ തിരിച്ച് വീട്ടിൽ വന്ന് വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിനോട് ആ ഒരു ദേഷ്യം തീർക്കുന്നതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിഗ്രഷൻ. റിഗ്രഷൻ
എന്ന് പറഞ്ഞാൽ ബിഹേവിങ് ലൈക്ക് ആൻ ഇൻമെച്യൂർ പേഴ്സൺ, ഒരു ഇൻമെച്യൂർ പേഴ്സണായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തിലെ ആ ഒരു ക്യാരക്ടറിലേക്ക് പോവുകയാണ്. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ടെൻഷൻ വരുമ്പം നമ്മൾ കൈ ഊറുക, അല്ലെങ്കിൽ നമുക്ക് സങ്കടമൊക്കെ സഹിക്കാൻ വയ്യാതാകുമ്പോൾ ആരും കാണാതെ നമ്മൾ പോയി കട്ടിലയിൽ ഇങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൂട്ട് ചുരുണ്ട് കൂടിക്കിടന്ന് സങ്കടപ്പെടുക, കരയുക, അത് ആ ഒരു ഇമോഷനൊക്കെയാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റിഗ്രഷൻ. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തൻ്റെ ഒരു മേഖലയിലെ ഫെയിലുവർ മറ്റൊരു മേഖലയിലെ അച്ചീവ്മെൻറ്റ് വഴി നികത്തുന്നു. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു കുട്ടി അത് പഠിത്തത്തിൽ മോശമായിരിക്കാം, പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മറ്റ് മേഖല, ചിലപ്പോൾ ആർട്സിൽ നല്ലതായിരിക്കും, ചിലപ്പോൾ സ്പോർട്സിൽ നല്ലതായിരിക്കും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിനെയാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റ്, അതിൽ നമ്മൾ ഒരു സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരു വ്യക്തിയുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറൊക്കെ നമ്മൾ കോപ്പി അടിക്കുക, അതൊരു ഐഡൻറ്റിഫിക്കേഷനാണ്. അവരുടെ അഡോപ്റ്റിങ് ദെയർ ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ്, അച്ചീവ്മെൻറ്റ് ആസ് ദെയർ ഓൺ. ഇപ്പം ഒരച്ഛൻ തൻ്റെ മകനിലൂടെ തനിക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ സ്വന്തം അച്ചീവ്മെൻ്റായിട്ട് കണക്കാക്കും. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ഇപ്പം നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ നമ്മുടെ കുട്ടികളിലൂടെ നേടിയെടുക്കുന്നത് ഒരു തരം ഐഡൻറ്റിഫിക്കേഷനാണ്. ദാറ്റ്സ് ഓൾസോ ആൻ ഡിഫെൻസ് മെക്കാനിസം. ഓക്കെ. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തനിക്ക് കിട്ടാത്ത കാര്യം തെറ്റായ റീസൺ പറഞ്ഞ് ന്യായീകരിക്കുന്നത്. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ അതിന് റീസൺ പറയുന്നത് ഒരു തെറ്റായ റീസൺ ആയിരിക്കും. അതിനെയാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഒരാൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, അന്നേരം പറയും അത് ഇപ്പം കിട്ടിയിട്ടും കാര്യമില്ല, അവർ വിളിക്കണ്ടേ, അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ ഒരു റീസൺ പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ഡിഫെൻസ് മെക്കാനിസം ഈസ് നെഗറ്റിവിസം. നെഗറ്റിവിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് റീസൺ കണ്ടുപിടിച്ച് നമ്മുടെ അവസ്ഥയെ ന്യായീകരിക്കുന്നത്. ന്യായീകരിക്കുന്നതാണ് നെഗറ്റിവിസം. ഇത് ഒരു കാര്യത്തിൻ്റെ എന്തിലും നെഗറ്റീവ് സൈഡ് കണ്ടുപിടിക്കും. ഇങ്ങനെയുള്ളവർ എന്തൊരു കാര്യത്തിൻ്റെയും നെഗറ്റീവ് സൈഡ് ഇവർ കണ്ടുപിടിക്കും. ഇത് ചൈൽഡ്ഹുഡിലെ വളർന്നു വരുന്ന ഒരു ശീലമാണ്. കൂടുതൽ കാണുന്നത് ഈ പാമ്പർ ചെയ്ത് വളർത്തുന്ന കുട്ടികളിലാണ് നെഗറ്റിവിസം കണ്ടുവരുന്നത്. നെക്സ്റ്റ് ഡിഫെൻസ് മെക്കാനിസം ഈസ് വിഡ്രോവൽ. വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്നത്, പരാജയപ്പെടുമെന്ന ഒരു തോന്നൽ കൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യാതെ മാറി നിൽക്കുന്നത്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പേടി, അതുകൊണ്ട് ഞാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തോറ്റു പോകുമോ എന്നൊരു പേടി കാരണം മാറി നിൽക്കുന്നതിനെയാണ് വിഡ്രോവൽ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് സെക്ലൂസീവ്നെസ് എന്നും പറയാം. സെക്ലൂസീവ്നെസ്, SECLUSIVENESS, സെക്ലൂസീവ്നെസ്. ഓക്കെ, അതാണ് വിഡ്രോവൽ. നെക്സ്റ്റ് വൺ ഈസ് ഡീനിയൽ. ഡീനിയൽ മീൻസ് നമുക്ക് ഇതിന് നിഷേധം എന്ന് പറയാം. നിഷേധിക്കുക, നമ്മുടെ ഒരു ആൻസൈറ്റി ഒഴിവാക്കാനായിട്ട് റിയൽ സിറ്റുവേഷനെ നിഷേധിക്കുന്ന അവസ്ഥയാണ് ഡീനിയൽ. ഒരു റിയൽ സിറ്റുവേഷൻ നമ്മൾ അവഗണിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ പ്രോബ്ലംസ് നിഷേധിക്കുകയോ ചെയ്യുന്നതാണ് ഡീനിയൽ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് എക്സാം ഫെയിലായി, പക്ഷെ കൂടുതൽ പഠിക്കേണ്ടതിൻ്റെ ആവശ്യം നിഷേധിച്ചിട്ട്
ടീച്ചർ പഠിപ്പിക്കുന്ന രീതിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിഫിക്കൽറ്റിയോ കുറ്റം പറയുന്നതാണ് ഡീനിയൽ. നിഷേധിക്കുന്നത്, ഒരു യഥാർത്ഥ പ്രോബ്ലം നിഷേധിക്കുന്നത്, ഒരു റിയൽ സിറ്റുവേഷൻ നിഷേധിക്കുന്ന അവസ്ഥയാണ് ഡീനിയൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിലെ കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫെൻസ് മെക്കാനിസംസ് ആർ മോട്ടിവേറ്റഡ് ബൈ അൺകോൺഷ്യസ് തോട്ട്സ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷന് ഇവിടെയുണ്ട്. സെക്കൻഡ് വൺ, എ പേഴ്സൺ ഹൂ ഈസ് ആംഗ്രി അറ്റ് ദെയർ ബോസ് ബട്ട് ടേക്സ് ഇറ്റ് ഔട്ട് ഓൺ ദെയർ ഫാമിലി ഇൻസ്റ്റെഡ് ഈസ് എക്സിബിറ്റിംഗ് വിച്ച് ഡിഫെൻസ് മെക്കാനിസം? ഡിസ്പ്ലേസ്മെൻറ്റ്. Displacement involves redirecting emotion from their original source to less threatening one. Next one, which defense mechanism involves unconsciously blocking out unwanted thoughts and memories? Repression. A student who fails a test and tells themselves it wasn't important anyway is likely using rationalization. A person who becomes a successful athlete after experiencing childhood bullying is using sublimation. According to Freud, the ego uses defense mechanism to reduce anxiety and conflict. Next one, a person who says they didn't hear their alarm go off when they are actually late for work is using denial. Which defense mechanism involves attributing one's own unacceptable thoughts or feelings to someone else? Projection. One, in psychology, projection refers to a dash defense mechanism. Next one, a student who obtained a low grade in drawing competition blamed the judges to be biased. Which defense mechanism did he made? Projection. And last one, a student scolded by the HM may hit his peers in the school. This is an example of displacement. Thank you. Hope you all like this video. If you like this video, please subscribe my channel for more videos.